ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും ശേഷമാണ് പോറ്റിയെ കോടതിയിൽ ഹാജരാക്കുന്നത്. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. ഈ സ്വർണ്ണ കവർച്ചയിൽ ഉത്തരങ്ങളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയോ? മാത്രമല്ല, ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ എന്താകും ആവശ്യപ്പെടുക? കസ്റ്റഡി കാലാവധി നീട്ടാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നില്ലേ? അശ്വതി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നിർണായകമായ അറസ്റ്റാണ് ഈ SITയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ SIT കേസെടുത്ത 6-ാം ദിവസമുണ്ടായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് ശേഷം നിർണായകമായിട്ടുള്ള തെളിവെടുപ്പുകൾ നടന്നിരുന്നു, പരിശോധനകൾ നടന്നിരുന്നു. ഒപ്പം തന്നെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ, പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉന്നത ദേവസ്വം ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ പേര് വിവരങ്ങൾ ചേർന്ന വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. 14 ദിവസത്തെ റിമാൻഡ്, ഒപ്പം തന്നെ 13 ദിവസത്തെ കസ്റ്റഡി, അതായിരുന്നു റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ 30-ാം തീയതിയാണ്. കസ്റ്റഡി കാലാവധി ഇന്ന് കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ റാന്നി കോടതിയിൽ എത്തിച്ച് ഹാജരാക്കാനുള്ള നടപടികളാണ് SIT അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് പിന്നാലെ തന്നെ ഉന്നത ദേവസ്വം ഉദ്യോഗസ്ഥൻ കൂടിയായ അസിസ്റ്റന്റ് കമ്മീഷണർ കൂടിയായിരുന്ന ദേവസ്വത്തിൽ തന്നെ മുൻ ജീവനക്കാരൻ കൂടിയായിരുന്ന മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് അടക്കമുള്ള നിർണായക നടപടികൾ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചേരുന്നു. നിർണായകമായിട്ടുള്ള തെളിവെടുപ്പുകൾ, ഒപ്പം തന്നെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ശബരിമലയിലെ സ്വർണം എങ്ങോട്ടൊക്കെയാണ് പോയത്, ദ്വാരപാലക ശില്പത്തിലെ സ്വർണം, ഒപ്പം തന്നെ കട്ടിളപ്പാടിയിലെ സ്വർണം, അതെവിടെയൊക്കെയാണ് പോയത് എന്നതടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് കൂടുതൽ ദിവസങ്ങളിലേക്ക് വീണ്ടും കസ്റ്റഡിയിൽ വേണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘം ഒരു വ്യക്തത വരുത്തും. ഇതടക്കമുള്ള വിവരങ്ങൾ ഇന്ന് റാന്നി കോടതിയിൽ നൽകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം, അതിന്റെ ബാക്കി ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും മൊഴി ഉണ്ണികൃഷ്ണൻ നൽകിയോ? അശ്വതി, നിലവിലെ സാഹചര്യത്തിൽ നൽകിയിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SIT അന്വേഷണം തുടരുകയും ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ള ചില പേരുകൾ, ഒപ്പം തന്നെ ശബരിമലയിൽ നിന്നും തൻ്റെ പേരിൽ സ്വർണം ഒപ്പിട്ട് വാങ്ങിയ അല്ലെങ്കിൽ സ്വർണം അവിടെ നിന്നും കൊണ്ടുപോയ ആളുകൾ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്തിരുന്നു. അവരുടെ അടക്കം തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഒപ്പം തന്നെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും കൂടാതെ തന്നെ ബംഗളൂരുവിലും ഹൈദരാബാദിലടക്കമുള്ള സ്ഥലങ്ങളിലും മന്ത്രിയുടെ ഷോപ്പിലും ഓഫീസുകളിലും അടക്കം എത്തിച്ച് തെളിവെടുപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SIT സംഘം പൂർത്തീകരിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്നും കൊണ്ടുപോയ സ്വർണത്തിൻ്റെ കുറച്ച് ശതമാനം മാത്രം അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള രൂപമാറ്റമടക്കം വരുത്തിയതിന് ശേഷമുള്ള സ്വർണ്ണമാണ് ലഭ്യമായിട്ടുള്ളത്. പക്ഷേ പൂർണ്ണമായും ആ സ്വർണം മുഴുവനും വീണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ കൂടുതൽ ദിവസങ്ങൾ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരും. കൂടാതെ തന്നെ സാമ്പത്തിക സ്രോതസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണ സംഘത്തിന് ഒരു വ്യക്തത തേടേണ്ടതായിട്ടുണ്ട്. മുരാരി ബാബു മാത്രമാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു സഹായമായി ദേവസ്വം ബോർഡിനുള്ളിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തമായ ചോദ്യം ചെയ്യലുകളും സ്ഥിരീകരണവും വേണം. അതിന് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടിയായിരിക്കും എന്തായാലും അന്വേഷണ സംഘം സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കൽപേഷിനെ അറിയാമെന്ന മൊഴി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും ആവർത്തിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് തനിക്ക് പോറ്റിയെ അറിയില്ല എന്നാണ് കൽപേഷ് മൊഴി നൽകിയത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൽപേഷിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, നിലവിൽ കൽപേഷിനെ അറിയാമെന്നൊക്കെയുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടങ്ങളിൽ അതിൽ അറിയില്ല, അങ്ങനെയൊക്കെയുള്ള ചില അവ്യക്തമായ സൂചനകൾ തന്നിരുന്നു. പിന്നീട് അന്വേഷണ സംഘത്തോട് അവർ സഹകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൽപേഷിനെ കേന്ദ്രീകരിച്ചും SITയുടെ അന്വേഷണ സംഘം പ്രത്യേകമായി പരിശോധനകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വർണം കൈമാറിയതടക്കമുള്ള കാര്യങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് കൽപേഷ് എന്നുള്ളതാണ് SIT സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ശബരിമലയിലെ സ്വർണം പോയ
വഴിയിൽ അതിൽ കൽപേഷിനും പങ്കുണ്ട്, അത് ഏത് തരത്തിലാണ് എന്നുള്ളതാണ്. ഒരു സ്പോൺസർ രൂപേണയാണോ അദ്ദേഹം ശബരിമലയിലേക്ക് വരുന്നത്, അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ബിനാമി എന്ന രീതിയിലേക്കാണോ എന്നതടക്കമുള്ള ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും ഈ ഘട്ടത്തിലും തുടരുന്നുണ്ട്. അതിലൊക്കെ ഒരു വ്യക്തത തേടാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. അതിന് കൂടുതൽ ദിവസം ഒരു പക്ഷേ കസ്റ്റഡിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള നടപടികൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ഈ അന്വേഷണം സംബന്ധിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഘട്ടമായിരിക്കുകയാണ്. അപ്പോൾ കോടതിയിൽ അതുകൂടി സമർപ്പിക്കുമ്പോൾ കൂടുതൽ നടപടി SIT സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. എന്തായാലും മുരാരി ബാബുവിൻ്റെ കസ്റ്റഡി കാലാവധി കൂടി നാളെ കഴിയുകയാണ്. അപ്പോൾ ഈ രണ്ടുപേരെയും ഇനിയും കസ്റ്റഡിയിൽ വേണോ എന്നതടക്കമുള്ള നിർണായക തീരുമാനങ്ങൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും തെളിയുന്നുണ്ട്. എന്തായാലും ഇരുവരെയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയായിട്ടുള്ള 2 FIRലും ദ്വാരപാലക ശില്പം കളവ് പോയതിലും അത് കവർച്ച നടത്തിയതിലും ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയതിലും പ്രത്യേകിച്ച് സ്വർണം കട്ടിളപ്പാളിയിലെ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട 2 കേസുകളിലെയും SIT സംഘം ഇട്ടിട്ടുള്ള FIRൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിൽ മറ്റ് 9ഓളം പ്രതികൾ ഇനിയുമുണ്ട്. അതിൽ രണ്ടാമത്തെ പ്രതി എന്ന രീതിയിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള മുരാരി ബാബു അടക്കമുള്ളവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു. അതിൽ നിന്നടക്കം കിട്ടിയ വ്യക്തമായ തെളിവുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ SIT അന്വേഷണം തുടരുകയും ചെയ്യുകയാണ്. കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് SIT സ്ഥിരീകരിക്കുന്നത്. അവരിലേക്ക് തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ച് കൃത്യമായി അങ്ങോട്ടേക്ക് എത്താനുള്ള നടപടികളാണ് ഈ ഘട്ടത്തിൽ SIT സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി കഴിയുമ്പോൾ SIT എടുക്കുന്ന നിർണായകമായിട്ടുള്ള നിലപാടുകൾ, നടപടികൾ അത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും നാളെ മുരാരി ബാബുവിൻ്റെ കസ്റ്റഡി കാലാവധി കൂടി കഴിയുന്ന സാഹചര്യത്തിൽ കേസുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും.